സാറേ, പൂജ കേത്കറിൻ്റെ IAS വ്യാജരേഖകൾ സമർപ്പിച്ചൊക്കെയാണെന്നാണ് കേൾക്കുന്നത്. മറ്റ് ചില ആൾക്കാരും ഇത്തരത്തിലുള്ള ചില സമ്പ്രദായങ്ങൾ ഉപയോഗപ്പെടുത്തിയെന്നും കേൾക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു കൂടുതൽ വിവരങ്ങൾ, അല്ലെങ്കിൽ ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തുക? പൂജ കേത്കറെ പറ്റിയിട്ടുള്ള മുഴുവൻ വിവരങ്ങളൊന്നും ഇവിടെ മാധ്യമങ്ങളിൽ വന്നിട്ടില്ല. അവർ ഈ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി ഡിസബിലിറ്റി തുടങ്ങിയ എക്കണോമിക്കലി മറ്റേ വീക്കർ സെക്ഷൻ അങ്ങനത്തെ സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയിരുന്ന റേഷൻ കാർഡ് അത് വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ റേഷൻ കാർഡ് മാത്രമല്ല, ഇപ്പോൾ അവരുടെ MBBS അതിനെ സംബന്ധിച്ചും സംശയങ്ങൾ വന്നിട്ടുണ്ട്. അവർ പഠിച്ചത് പുനെ കാശിഭായ് നവാലെ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. ഈ മറ്റേത് OBC വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് IAS നേടിയിട്ടുള്ളതെങ്കിൽ ഇവിടെ MBBSന് അവർ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറഞ്ഞിട്ടാണ്. നൊമാഡിക് ട്രൈബ് 3 അങ്ങനെ ഗോത്ര വിഭാഗത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ടാണ്. നൊമാഡിക് ട്രൈബ് 3 കാറ്റഗറിയിലാണ്. അപ്പൊ അതിലൊന്നും ആരും ഉണ്ടാവില്ല. എത്ര മാർക്കുണ്ടെങ്കിലും അഡ്മിഷൻ കിട്ടും എന്ന് പറഞ്ഞാൽ ബുദ്ധിയും വിവരമൊന്നും ഇല്ലായിരുന്നു, ഒരു സ്ത്രീ ആയിരുന്നു എന്നർത്ഥം. അപ്പോൾ മാർക്ക് വളരെ കുറവായിരുന്നു എന്ന് അർത്ഥം. അപ്പം ഈ പട്ടിക ഗോത്രം എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ പല പേരുകളിലൊക്കെ മാറ്റമുണ്ട് സർട്ടിഫിക്കറ്റിൽ. പൂജ ദിലീപ് റാവു എന്നുണ്ട്, പൂജ മനോരമ ദിലീപ് ഗേഡ്കർ എന്നുണ്ട് ചില സർട്ടിഫിക്കറ്റുകളിൽ. പിന്നെ അതുപോലെ ഇവർക്ക് വരുമാനമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്തു എന്ന് വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുണ്ടല്ലേ? അങ്ങനെ പല ആളുകളും നമ്മുടെ നാട്ടിലും ചെയ്യാറുണ്ട് കേട്ടോ. ഈ പൂജ കേത്കർ അല്ലാതെ വേറെ 2 പേരുടെ IASനെ പറ്റി സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒരാൾ അഭിഷേക് സിംഗ്, 2 ആസിഫ് K യൂസഫ്. ഈ അഭിഷേക് 2011 ബാച്ച് IASൽ ചേർന്നത് ഇതുപോലെ തന്നെ, ഈ പൂജയെ പോലെ തന്നെ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി അവകാശവാദം ഉന്നയിച്ചിട്ടാണ് അവർ ഈ അഭിഷേക് സിംഗും അഭിനയത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കൊല്ലം ഈ IASൽ നിന്ന് രാജിവെച്ച ആളാണ് അഭിഷേക് സിംഗ്. അപ്പൊ എന്തോ അന്വേഷണം നടക്കുന്നുണ്ട് എന്നൊക്കെ ചിലപ്പോൾ വിവരം എത്തിയിട്ടുണ്ടാവും. തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടാം എന്നാണ്. രാജിവെച്ചപ്പോഴും ലോക്കോമോട്ടർ ഡിസബിലിറ്റി, അതായത് ഈ സ്ത്രീ പൂജ പറഞ്ഞ പോലെ തന്നെയാണ് ലോക്കോമോട്ടർ ഡിസബിലിറ്റി. ഈ ബുദ്ധി, ബ്രെയിനിന് ചില തകരാറുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചലന സംബന്ധമായിട്ടുള്ള ഭിന്നശേഷി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അയാളും വന്നത്. സെറിബ്രൽ പാൾസി, അതുപോലെ തന്നെ ലെപ്രസി, കുഷ്ഠരോഗം ഭേദപ്പെടുത്തിയവർ, അതുപോലെ ഡ്വാർഫിസം, ഇങ്ങനത്തെ ആസിഡ് അറ്റാക്ക് വിക്ടിം, ഇങ്ങനെയുള്ളവർക്ക് ചില ഇളവുകളുണ്ട് IASലെ. അപ്പൊ അതിൽപ്പെട്ടതാണ് ഈ ഡിസബിലിറ്റി എന്നും പറയുന്നത്. സിവിൽ സർവീസ് എങ്ങനെയും നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ നേടും. അതെ, അതിലൊന്നാണ് മസ്കുലർ ഡിസ്ട്രോഫി. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇളവ് കിട്ടും. അവസാനത്തെ റാങ്ക് ആയാലും ഒക്കെ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും. ഇവര് അവസാനത്തെ റാങ്കുകളിലൊന്നായിരുന്നല്ലോ. അവസാനത്തെ റാങ്കാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കണക്ക് പറയാം. അപ്ലൈ ചെയ്യുന്നവർ ഏതാണ്ട് 10 ലക്ഷം പേരാ IASന്. 13,000 പേര് മെയിൻ എഴുതും. അതിൽ ഇൻ്റർവ്യൂവിന് 13,000 പേര് മെയിൻ എഴുതും, മറ്റേ പ്രിലിമിനറി കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് 2,000 പേരെ വിളിക്കും. ഈ റാങ്ക് വരുന്നത് 800-900 വരെ. കഴിഞ്ഞ കൊല്ലാണ് 933 എന്തോ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് 800-ലൊക്കെ 820-ലൊക്കെ നിൽക്കും. അങ്ങനെയാണ് റാങ്ക് ഒക്കെ കണ്ടിരിക്കുന്നത്. ഇവർ 821 മറ്റോ ആയിരുന്നല്ലോ. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അവർ നിൽക്കുന്നത്. പരീക്ഷ നടത്തുന്നത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. പക്ഷെ ഇതിൻ്റെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് ചെക്ക് തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ, ഇവരുടെ പശ്ചാത്തലം, ഇവരുടെ ശേഷി, ഇവരുടെ സർട്ടിഫിക്കറ്റ് ശരിയാണോ എന്ന് പരിശോധിക്കുന്നത്, അതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് DOPT ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ട്രെയിനിങ്. അല്ലാതെ
UPSC അല്ല. ഈ IAS, IPS, IFS തുടങ്ങി 20-ലധികം റവന്യൂ, അക്കൗണ്ട്സ്, ഇങ്ങനത്തെ പല സർവീസുകൾക്കും 20ഓളം സർവീസുകൾക്ക് UPSC പരീക്ഷയുണ്ട്. ഇതാണ് ഇന്ത്യയുടെ ഉരുക്ക് ഫ്രെയിം എന്ന് പണ്ട് സർദാർ പട്ടേൽ പറഞ്ഞിരുന്നു. ഇവരാണ് നമ്മുടെ ഡൽഹിയിലെ ഓൾഡ് രജീന്ദർ നഗർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ഇതിൻ്റെ ഒരു കേന്ദ്ര IAS കോച്ചിങ്ങിൻ്റെ ഒക്കെ. അവിടെ ഇതിനു വേണ്ടിയിട്ട് ഉള്ള UPSC ലൈബ്രറീസ് ധാരാളം ഉണ്ട്. ഒരുപാട് ആളുകൾ അവിടെ വന്ന് പഠിക്കുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പഠിക്കുകയും അധ്വാനിക്കുകയൊക്കെ ആളുകൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഈ കുറുക്ക് വഴി കൂടി ആളുകൾ IAS നേടിക്കൊണ്ട് പോകുന്നത്. ഈ കുറുക്ക് വഴി നേടുന്നതിനെ പറ്റി ഇപ്പം ധാരാളം വിവരങ്ങൾ വരുന്നുണ്ട്. ഗുർപെഞ്ച് എന്ന് പറഞ്ഞ് ഉത്തർപ്രദേശിലൊരു ആക്ടിവിസ്റ്റ് ഈ IASകാരെ പൊളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സ്വന്തം പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹമാണ് ഈ പൂജയുടെ കാര്യം ആദ്യം കൊണ്ടുവരുന്നത്. അങ്ങേര് പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, വലിയ സ്വാധീനമുള്ള വലിയ ഉദ്യോഗസ്ഥർ, അവരുടെ മക്കളാണ് ഈ വൃത്തികേട് കാണിക്കുന്നത്. അവർ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ സർക്കാർ ആശുപത്രികളിൽ ഈ ചെറിയ നഗരങ്ങളിലൊക്കെ പോയാൽ സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഒരു 15,000 രൂപ ഡോക്ടർക്ക് കൊടുത്താൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങേര് പറയുന്ന ഈ ചെറിയ നഗരങ്ങളിൽ ചിത്രകൂട്ട്, മഹോബ, ഉന്നാവോ, UPയിലെ ഈ നഗരങ്ങൾ ഇതിന് കുപ്രസിദ്ധമാണെന്നാണ് പറയുന്നത്. ഈ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് 10,000 രൂപയ്ക്ക് കൊടുക്കും. പിന്നെ EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ആ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരാണ് ഈ വ്യാജന്മാർ കൂടുതലും. 8 ലക്ഷമാണല്ലോ വാർഷിക പരിധി. 8 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ഇക്കണോമിക്കലി വീക്കർ സെക്ഷനായിട്ട് ദുർബല വിഭാഗമായിട്ട് വരും. അത് കഴിഞ്ഞിട്ടാണ് ഈ OBC നോൺ ക്രീമി സർട്ടിഫിക്കറ്റ്. പിന്നെ ഉള്ളതാണ് ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷി. ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റുകളാണ് വ്യാജമായിട്ട് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സൈബർ കഫേയിൽ പോയാലും 300 രൂപയ്ക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് വ്യാജമായിട്ട് ഉണ്ടാക്കി കിട്ടും. അത് വെച്ചിട്ട് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആ ഇൻകം സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ് നേടാം. ഇതൊന്നും കൊടുക്കുമ്പോൾ ഇതൊന്നും വെരിഫൈ ചെയ്യാറില്ല. ഇത് ശരിയാണോ എന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിലോ തഹസിൽദാരോടോ ഒന്നും പോയിട്ട് വെരിഫൈ ചെയ്യില്ല. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ഒന്നും വെരിഫൈ ചെയ്യുന്നില്ല. സംസ്ഥാന സർവീസ് പരീക്ഷകളിൽ ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS ഉണ്ട്. ഇത് പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകളുണ്ട്. അത്തരം പരീക്ഷകളിൽ ഇത് വളരെ വ്യാപകമായിട്ട് ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബീഹാറിലും ഉത്തർപ്രദേശിലും ഇതൊക്കെ ഇത് വളരെ റാമ്പൻ്റാണ്, വ്യാപകമായിട്ട് നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിലാണ് ഇത് കൂടുതലും വന്നിരിക്കുന്നത്, 2019 മുതൽ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഇക്കണോമിക്കലി വീക്കർ സെക്ഷനുള്ള സംവരണം, സാമ്പത്തികമായി ദുർബല വിഭാഗങ്ങൾക്കുള്ള IASലെ സംവരണം വന്ന് 2019. അതിനുശേഷമാണ് ഈ 5 കൊല്ലം ആ കൂട്ടത്തിൽ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളുടെ വരുമാനം മാത്രമേ നോക്കുന്നുള്ളൂ. 8 ലക്ഷം എന്നുള്ളത് നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്ത് കണക്കാക്കാറില്ല. ഇപ്പോൾ നിങ്ങൾ ഗോൾഡ്മാൻ സാക്സിൽ ജോലിയുള്ളപ്പോഴായിരിക്കും IAS എഴുതുന്നത്. ആ ശമ്പളം നോക്കില്ല, മാതാപിതാക്കൾക്ക് എത്രയാണെന്നുള്ളതേ നോക്കുള്ളൂ. പാരൻ്റൽ ഇൻകം എന്നാണ്. ഇൻ്റർവ്യൂവിൻ്റെ അഭിമുഖത്തിൻ്റെ അന്ന് മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുചെന്നിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നത്. അതിലുള്ളതാണ് ഈ OBC EWS സർട്ടിഫിക്കറ്റൊക്കെ. അന്ന് മാത്രമാണ് ഈ വെരിഫൈ ചെയ്യുന്നത് ഇൻ്റർവ്യൂവിൻ്റെ അന്ന്. 40% ഡിസബിലിറ്റി, ഭിന്നശേഷിക്കാരാണെങ്കിൽ 40% ഈ വൈകല്യം ഉണ്ട് എന്നുള്ളത് തെളിഞ്ഞിരിക്കണം. 23 സർവീസിലും ഈ ഭിന്നശേഷിയുടെ ശതമാനം മാറിക്കൊണ്ടിരിക്കാറുണ്ട്. കാഴ്ച, ചെവി, കാഴ്ച പരിമിതി,
ചെവി കേൾക്കുന്നില്ല, അതുപോലെ ലോക്കോമോട്ടോർ, നേരത്തെ പറഞ്ഞ ഡിസബിലിറ്റി, അതൊക്കെ ഇതിൽ കണക്കാക്കും. ഈ പൂജ ഖേദ്കർ ഉണ്ടല്ലോ, അവർക്ക് 3 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് 3 തരം ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് അവർ നേടിയിട്ടുണ്ട്. 3 വർഷത്തിൻ്റെ ഇടയ്ക്ക്? 3 വർഷം 3 തരത്തിലുള്ള. അപ്പോൾ എവിടെ പോയാലും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് ഇന്ന രോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കിട്ടിയിരുന്നു. ഇത് ആദ്യമായിട്ട് ഈ ഡിസബിലിറ്റി ഭിന്നശേഷിയുടെ പേരിൽ IAS പ്രവേശനം കിട്ടിയ ഇറ സിംഗൾ എന്ന് പറഞ്ഞ ആളുണ്ട്. അത് നന്നായിട്ട് കിട്ടിയതാണ് അവർക്ക്. ആ ഇറ സിംഗിൾ പറഞ്ഞിട്ടുണ്ട്, ഈ പല ആളുകളും ഈ ഭിന്നശേഷി വ്യാജമായിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ നേടുന്നതെന്ന്. UPSC സാധാരണഗതിയിൽ ഈ മെഡിക്കൽ പരിശോധനകൾ നടത്താറുണ്ട്. ആ മെഡിക്കൽ പരിശോധനയും എങ്ങനെയെങ്കിലുമൊക്കെ ഇവർ എങ്ങനെയെങ്കിലും കടന്ന് കയറി പോവും. കാരണം മാതാവിനോ പിതാവിനോ ഒക്കെ സ്വാധീനം ഉണ്ടെങ്കിൽ ആ വഴിയൊക്കെ. ഈ അതുപോലെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അഭിഷേക് സിംഗ്, ആസിഫ് യൂസഫ് എന്ന് പറഞ്ഞ് വ്യാജന്മാരാണെന്ന് സംശയിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവരിതിനു മുമ്പ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു എന്ന് മനസ്സിലാവുമല്ലോ. അവർക്ക് ഡിസബിലിറ്റി ഇല്ല, വൈകല്യം ഇല്ല എന്ന് തെളിയുമല്ലോ. അപ്പോൾ അവർ ഈ IAS കിട്ടുന്ന ഇന്റർവ്യൂവിനൊക്കെ പോയി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ യൂട്യൂബ് അക്കൗണ്ടും ഇൻസ്റ്റ അക്കൗണ്ടും ക്ലോസ് ചെയ്ത് കളയും. അങ്ങനെ ചെയ്ത് കളയും. എന്നിട്ട് FB മാത്രം, മുഖമൊന്നും വേണ്ടല്ലോ, വേണ്ട, ഇതില് എഴുതി കൊണ്ടിരുന്നാൽ മതിയല്ലോ, എന്തെങ്കിലുമൊക്കെ പടം ഇട്ട് കൊണ്ടിരുന്നാൽ മതിയല്ലോ, FBയിൽ മാത്രമായിരിക്കും. അപ്പോൾ ഈ 400 ഈ രാജേന്ദ്ര നഗറിലൊക്കെ ആയിട്ട് IAS കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ടല്ലോ. ഈ കോച്ചിങ് സെൻറ്റേഴ്സും ഒക്കെ ഈ ഇതിൻ്റെ ഭാഗമാണെന്നാണ് ആക്ടിവിസ്റ്റുകൾ പറയുന്നത്. ഈ കോച്ചിങ് സെൻറ്ററുകളാണെങ്കിൽ 400-500 കോടി രൂപ പ്രതിവർഷം കച്ചവടത്തിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് കോച്ചിങ് സെന്ററുകൾ. അപ്പോൾ അവർക്കും അവരുടെ ആളുകൾക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റിക്കും ഒക്കെ പിന്നെ പുതിയ ആളുകളെ ആകർഷിക്കാം. പിന്നെ അവർ ഈ സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടിയിട്ട് പണമുള്ളവരുടെ ഇപ്പം പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 കോടി രൂപ അവരുടെ പേരിൽ തന്നെ നിക്ഷേപമുള്ള ആളാണ്. 7 ഫ്ലാറ്റുകൾ, 4 വണ്ടി. ഒരു വണ്ടിയാണെങ്കിൽ 21 തവണ ട്രാഫിക് നിയമലംഘനത്തിന് പിടിച്ചിട്ട് 26,000 രൂപ പിഴ ഇതുവരെ അടച്ചിട്ടില്ല. ഇത്രയും പൈസ ഉള്ളതുകൊണ്ടേ പൈസ അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതാണ്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ പഠിക്കാതെ IAS നേടുന്നത് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇതിലൂടെ സാധിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമാണ് അല്ലേ? ഇത് സമൂഹം കൂടി കുറേയും കൂടി ജാഗ്രതയായിട്ട് നിന്നാലേ ഇത് പൊളിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് വെരിഫിക്കേഷൻ ആ അഭിമുഖത്തിൻ്റെ ദിവസമേ നടക്കുന്നുള്ളൂ. ആ വെരിഫിക്കേഷൻ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരുടെ അവരുടെ ആ ലോക്കൽ സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടൊക്കെ എഴുതി ചോദിച്ചിട്ട്, ഈ പൂജയുടെ കാര്യത്തിൽ അവർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഏതോ കുഗ്രാമത്തിൽ കുറച്ച് നാൾ പോയി താമസിച്ചിരുന്നു, ഇത് കിട്ടാൻ വേണ്ടി അവിടെ റെസിഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാത്തരം വ്യാജത്തരവും. കാരണം അവർ MBBS-ലും ട്രൈബാണെന്ന് പറഞ്ഞിട്ടല്ലേ MBBS നേടിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പം അടുത്ത കാലത്തൊരു കോടതി വിധി കണ്ടിരുന്നു, അത് വ്യാജമാണെങ്കിൽ പോലുവേ അവർ പാസ്സായി, പൂജയുടെ അല്ല വേറൊരു കേസിൽ പാസ്സായി കഴിഞ്ഞാൽ അല്ല അവരായിക്കോട്ടെ, ഡോക്ടറായിട്ട് സേവനം ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തൊരു അസാധാരണ വിധി ഞാൻ കോടതിയുടെ കണ്ടു. പൂജയുടെ അല്ലാത്ത ഒരെണ്ണം വടക്കേ ഇന്ത്യയിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു. അവർ വ്യാജമായിട്ടൊരു മറ്റേ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയതാണ്, പക്ഷെ അവർ പഠിച്ച് തീർന്നതാണല്ലോ, ഇനി അവർ തുടർന്നോട്ടെ എന്ന് പറഞ്ഞിട്ടൊരു വിധി കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ വിധിയും വരുമ്പോൾ കോടതികൾ അങ്ങനത്തെ അണത്തിക്കൽ അധാർമികമായ നിലപാടും കൂടി എടുക്കുമ്പോൾ ഇങ്ങനത്തെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കും.